നമസ്കാരം. കഴിഞ്ഞ ദിവസം ഡബിൾ ഡിജിറ്റ് കറക്ഷൻ നേരിട്ട സൗത്ത് കൊറിയൻ മാർക്കറ്റിൽ ശക്തമായ റിക്കവറി വന്നെങ്കിലും ഒട്ടുമിക്ക ഗ്ലോബൽ മാർക്കറ്റുകളും മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. യൂറോപ്യൻ ഫ്യൂച്ചർ 0.06% ഇടിഞ്ഞപ്പോൾ അമേരിക്കൻ ഫ്യൂച്ചർ 0.08% ഉയർന്നു. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ ഇൻഡെക്സും ഓസ്ട്രേലിയൻ ഇൻഡെക്സും ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കാണാൻ സാധിച്ചത്. മെറ്റൽ, IT തുടങ്ങിയ ഹെവി വെയ്റ്റ് സെക്ടറുകളിൽ വന്ന സെല്ലിംഗ് പ്രഷറിനോടൊപ്പം ചില ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്ത പ്രതിസന്ധിയും ഇന്ത്യൻ മാർക്കറ്റിനെ നെഗറ്റീവ് സൈഡിൽ ക്ലോസ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനക്ഷമത 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയതും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് കൺസേണായി മാറുകയും കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റും കഴിഞ്ഞ ദിവസം നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. S&P 1.54%, നാസ്ഡാക്ക് 2.21%, ഡോ ജോൺസ് 0.59% ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റിൽ നിന്നുള്ള ഇപ്പോഴത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ്റെ ഇൻഡെക്സ് 0.06% ഇടിഞ്ഞും ഓസ്ട്രേലിയൻ ഇൻഡെക്സ് 0.01% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. അതായത് ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ ഏറെക്കുറെ ഫ്ലാറ്റാണ്. അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം ഇന്ത്യൻ മാർക്കറ്റിലും പ്രതീക്ഷിക്കാൻ. US ഇറാൻ സമാധാന ചർച്ചകളിൽ വന്ന പുരോഗതിയുടെ ഫലമായി ബ്രന്റ് ക്രൂഡിൻ്റെ വില 1% ഇടിഞ്ഞ് $76 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് HPCL. HPCL രാജസ്ഥാൻ റിഫൈനറി എന്ന മെഗാ റിഫൈനറി കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ HPCL മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഹൈപ്പർ സ്കെയിലിംഗ് റിഫൈനിങ് കപ്പാസിറ്റിയും പെട്രോ കെമിക്കൽ പ്രോജക്റ്റ് കേപ്പബിലിറ്റിയുമുള്ള ഒരു HPCLൻ്റെ റിഫൈനറിയാണ് HPCL രാജസ്ഥാൻ റിഫൈനറി. IRFC എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഗവൺമെൻറ് IRFCയിൽ OFS പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2% സ്റ്റേക്കുകൾ, അതായത് 26 കോടി ഷെയറുകളാണ് ഗവൺമെൻറ് OFS വഴി സെൽ ചെയ്യുക. OFSൽ 91 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഗവൺമെൻറ് സെൽ ചെയ്യുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലോസിങ്ങിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഒരു ഓപ്പണിംഗ് IRFC എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു സ്റ്റോക്ക് ഹൊണാസ കൺസ്യൂമറാണ്. മാമ എർത്ത് എന്നറിയപ്പെടുന്ന ഹൊണാസ കൺസ്യൂമർ എന്ന കമ്പനി ഇനോർഗാനിക് എക്സ്പാൻഷൻ്റെ ഭാഗമായി ഫ്ലുവൻസ് ഫാർമയുടെ 58% സ്റ്റേക്കുകൾ 135 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൊണാസ കൺസ്യൂമർ അല്ലെങ്കിൽ മാമ എർത്ത് എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാം. NTPCയുടെ സബ്സിഡറി കമ്പനിയായ PVUNLൻ്റെ 2 തെർമൽ പവർ പ്രോജക്റ്റ് യൂണിറ്റുകളിൽ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ NTPC ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. REC, PFC തുടങ്ങിയ സ്റ്റോക്കുകളെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. RECയുടെയും PFCയുടെയും അമാൽഗമേഷൻ ആൻഡ് മെർജറുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ജൂൺ 28 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പവർ ഡിമാൻഡ് കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി ടാറ്റ പവറിൻ്റെ മുന്ദ്രയിലുള്ള അൾട്രാ മെഗാ പവർ പ്ലാന്റ് ഫുൾ കപ്പാസിറ്റിയിൽ സെപ്റ്റംബർ 30 വരെ പ്രവർത്തിക്കുന്നതിന് മിനിസ്ട്രി ഓഫ് പവറിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കും. റാഷിപ്പ് പെരിഫറൽസ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. VDA ഇൻഫോ സൊല്യൂഷൻസിൻ്റെ 67% സ്റ്റേക്കുകൾ 369 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് റാഷിപ്പ് പെരിഫറൽസ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. IOCLുമായി ചേർന്ന് NLC ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചതുകൊണ്ട് NLC ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻഫോസിസ് എന്ന കമ്പനി ഗ്ലോബൽ സെമി കണ്ടക്ടർ ലീഡർ കമ്പനിയായ ഗ്ലോബൽ ഫൗണ്ടറീസുമായി ചേർന്ന് ഒരു ലോങ് ടൈം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസുമായി ബന്ധപ്പെട്ട ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് 15 ടൺ ഭാരമുള്ള ഒരു ഇലക്ട്രിക് ബൊള്ളാർഡ് പുൾ ടഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 40 കോടി രൂപയുടെ ഒരു ഓർഡറാണ് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. സോളാരിയം ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് 186 കോടി രൂപയുടെ സോളാർ EPC പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ സോളാർ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സോളാരിയം ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട് എന്ന കമ്പനിയുടെ 6.91 മെഗാവാട്ട് ശേഷിയുള്ള ക്ലീൻ എനർജി പ്ലാന്റ്, അതായത് റായ്പൂരിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്ലീൻ എനർജി പ്ലാന്റിൽ നിന്നും കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്.
മികച്ച രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതുകൊണ്ട് അദിത് ജുവൽസ് എന്ന IPOയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്